നമുക്ക് നല്ല ജ്യൂസിയും ടേസ്റ്റിയും സ്പൈസി ആയിട്ടുള്ള ചിക്കൻ ടിക്ക ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 400 ഗ്രാം ചിക്കൻ ബോൺലെസ് എടുത്തിട്ടുണ്ട്. നല്ല പോലെ കഴുകി പാകത്തിന് വലിപ്പമുള്ള പീസുകളാക്കി വെച്ചിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 2 ടീസ്പൂൺ കുരുമുളക് പൊടി, നല്ല ജീരകത്തിൻ്റെ പൊടി 1.5 ടീസ്പൂൺ, ലെമൺ ജ്യൂസ് 1/2 നാരങ്ങയുടെ, അതുപോലെ തന്നെ കട്ടത്തൈര് 2 ടേബിൾ സ്പൂൺ, ഉപ്പ് പാകത്തിന്, കോൺഫ്ലോർ 2 ടേബിൾ സ്പൂൺ, നല്ല പോലെ തേച്ച് പിടിപ്പിക്കുക അതിലേക്ക്. പിന്നെ നമ്മൾ 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തിയും കൂടെ വറുത്ത് പൊടിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല പോലെ തിരുമ്മി പിടിപ്പിച്ചിട്ട് ഒരു 1-1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വെക്കാം. ഒരു ഓവർനൈറ്റ് വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. അതിന് ശേഷം നല്ല ചൂടായിട്ടുള്ള എണ്ണയിൽ, ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് ഇതിലേക്ക് ടേസ്റ്റ് വെളിച്ചെണ്ണയേക്കാൾ കൂടുതൽ. അതിലേക്ക് നല്ല പോലെ നമുക്ക് 2 പശം മൊരിച്ചിട്ട് അപ്പുറത്ത് മറിച്ചിട്ടിട്ട് മൊരിച്ചെടുത്താൽ അടിപൊളി നമ്മുടെ ചിക്കൻ ടിക്ക റെഡിയാണ്. ഇത് ചോറിൻ്റെ കൂടെ ആയാലും അടിപൊളിയാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. അത്രയും ടേസ്റ്റാണ്, ഉള്ളിലൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ടാവും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അത്രയേ ഉള്ളൂ, സൂപ്പർ റെസിപ്പിയാണ് കേട്ടോ.